യേശുവിൻ്റെ തിരുഹൃദയത്തിന് സമർപ്പിച്ച പള്ളിയാണിത്. അല്ല, തിരുരൂപത്തിൻ്റെ നിർമ്മാണം എവിടം വരെ എത്തി? പ്രാർത്ഥിക്കുമ്പോൾ യേശു തരുന്ന സൂചനകളിലൂടെയാണ് സിസ്റ്റർ തീരുമാനങ്ങൾ എടുക്കാറെന്ന് ഇവിടെ ആരോ പറഞ്ഞു കേട്ടു. യേശു ഈ പള്ളിക്കകത്തുണ്ട്. തനിച്ച് നടക്കല്ലേ സിസ്റ്ററെ? ആരെ കാണാനാ നീ പോകുന്നത്? ആരുടെ മുറിയിലേക്കാണെന്ന് നേർക്ക് നോക്ക്. മത്തായി 13:53 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ കേൾക്കട്ടെ. യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്തു വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവന് ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവൻ ആ തച്ചന്റെ മകനല്ലേ? മറിയമല്ലേ ഇവന്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ഷിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവന്റെ സഹോദരന്മാർ? ഇവന്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ ഇവൻ ഇതെല്ലാം എവിടെ നിന്ന്? അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല. അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. പൊക്കോ. നിക്ക്. അത്താഴത്തിന് എല്ലാവരും ഇരിക്കുമ്പോ സിസ്റ്റർ എവിടെയായിരുന്നു? പള്ളിയിൽ. ഈശോ സിസ്റ്ററിന്റെ മാത്രമാണോ? സിസ്റ്ററിന് മാത്രമായിട്ട് ഒരു നിയമവും ഇല്ല ഇവിടെ. ഈ വിനയം അനുസരണയാണോ അതോ അഹങ്കാരമാണോ?